ഇപ്പോഴും നമ്മൾ ഒരു കാർ ഷെഡിൽ കിടക്കുന്ന ഒരു കാറിനെ പുറകിലോട്ട് നമ്മളെടുത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് കയറ്റുന്ന ഒരു പ്രാക്ടീസാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സൈഡ് മിററിലൂടെ നോക്കുമ്പോൾ നമുക്കിപ്പോൾ കാർ ഷെഡിൻ്റെ തൂണ് കാണാൻ പറ്റും. കണ്ടോ, കാർ ഷെഡിൻ്റെ തൂണും കാണാൻ പറ്റും, വണ്ടിയുടെ സൈഡും കാണാൻ പറ്റും. നമ്മൾ സൈഡ് മിററിലൂടെ കാണുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ബോഡിയുമായിട്ട് കമ്പയർ ചെയ്താണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ബാക്ക് നമ്മൾ ഇടതുവശം ചേർത്താണ് അകത്തോട്ട് കയറ്റാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കമ്പി ചെയ്യും ഇതിന് കാണുന്നത്. അതുപോലെ തന്നെ വലതുവശം നമ്മൾ നോക്കുമ്പോൾ വലതുവശത്ത് കാർ ഷെഡിൻ്റെ വലതുവശത്തുള്ള ചുവരിനെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, അപ്പം നമ്മൾ ഇടത്തോട്ട് തിരിക്കുമ്പോൾ ഫ്രണ്ട് വലത്തോട്ട് മാറി കണ്ടോ ഈ ചുവരിൽ തട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് ലെഫ്റ്റിലോട്ട് നമ്മൾ കയറ്റി തിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇടതുവശം നോക്കുന്നതോടൊപ്പം വലതുവശവും നമ്മൾ നോക്കണം. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് എത്രമാത്രം സക്സസ് ആവും എന്നുള്ളത് നോക്കിക്കണം. കാരണം ഒരാൾ തന്നെയാണ് ഇത് രണ്ടും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പാർട്ട് ബൈ പാർട്ടായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വണ്ടിയെ സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് എടുത്തിട്ട് നമ്മൾ ഈ കാണുന്ന കമ്പിയോട് മാക്സിമം ചേർത്ത് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇവിടെ ഈ കമ്പിയുമായിട്ട് പരമാവധി ചേർന്നാൽ മാത്രമേ വണ്ടി ഇടതുവശം ചേർന്ന് മുകളിലോട്ടുള്ള കയറ്റത്തിനകത്തോട്ട് കയറുള്ളൂ. ഓക്കെ, അപ്പം ആ മുകളിലോട്ടുള്ള കയറ്റം എന്താണ് എന്നുള്ള കേസൊക്കെ വേണമെങ്കിൽ ഒന്ന് കാണാം. കാരണം ഇവിടെ നിന്നാണ് നമ്മളിങ്ങനെ എടുക്കുന്നത്. വണ്ടിയുടെ ബാക്ക് പോയി ആ ഇടതുവശത്തെ പൈപ്പിൽ ചേർന്ന് ലെഫ്റ്റ് മുകളിലോട്ട് കയറ്റാനുള്ള പ്രാക്ടീസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഐഡിയ ഉള്ള കുട്ടികൾക്ക് മാത്രമേ ഇത് പിടി കിട്ടുകയുള്ളൂ. കാരണം എല്ലാവർക്കും കാർ ഓടിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഈ ഐഡിയകളുടെ കുറവാണ്. അപ്പോൾ അത് ഐഡിയ കുറവുള്ള ഒരാൾ ഓടിച്ച് മാത്രമേ അവർക്ക് ആ ഒരു പ്രാക്ടീസ് കിട്ടും. അപ്പോൾ അതിലവർ മാനസികമായിട്ട് പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ അതിലവർ നന്നായി റെഗുലർ പ്രാക്ടീസ് ചെയ്ത് അത് റെഡിയാക്കുക. അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ വണ്ടിയെ ബാക്ക് ലെഫ്റ്റ് സൈഡ് ചേർത്ത് അകത്തോട്ട് എടുക്കാനുള്ള ഒരു പ്രാക്ടീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത് ഒരു സ്റ്റെപ്പായിട്ട് ഞാൻ കാണിക്കും. അപ്പോൾ ഞാൻ പാർട്ട് ബൈ പാർട്ടായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും ഞാൻ മാത്രമായതുകൊണ്ടാണ്. ഓക്കെ, യെസ്, ഞാനിപ്പം വണ്ടി എടുത്തു കൊണ്ടുവരികയാണ്. നമുക്കിപ്പോൾ ആ എന്താണ് പറയുന്നത്, ആ ഒരു തൂണിനെ കാണാമല്ലോ. ശരി, ഞാൻ മാക്സിമം കണ്ടോ തൂണിനെ ചേർത്ത് കൊണ്ടുവരികയാണ്. നോക്കാം. അപ്പോൾ ഇപ്പോഴും തിരിച്ചാൽ ആ തൂണിൽ തട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടെ എത്തുമ്പോൾ തിരിച്ചാൽ തൂണിൽ തട്ടൂല എന്നെനിക്ക് മനസ്സിലായി. കണ്ടോ, ഇവിടെ എത്തുമ്പോൾ തിരിച്ചാൽ തൂണിൽ തട്ടൂല. കണ്ടോ, അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കണ്ട് ഇത്ര ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഞാനിനി മാക്സിമം ആ തൂണിനോട് ചേർത്ത് തിരിക്കാൻ വേണ്ടി സ്റ്റിയറിങ്ങിനെ ഫുള്ള് ലെഫ്റ്റ് തിരിക്കുകയാണ്. കണ്ടോ, ഇപ്പോഴും ഞാൻ ആ തൂണിനെ മാക്സിമം ചേർത്ത് വച്ചേക്കുകയാണ്. അപ്പോൾ ബാക്ക് ലെഫ്റ്റിലോട്ട് മാറുമ്പോൾ റൈറ്റ് ഇവിടെ ചുവരിൽ തട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്കറിയാം, ഓക്കെ, ചുവരിൽ തട്ടൂല, ഡിസ്റ്റൻസ് ഉണ്ട്. ഇനി ഇത് ഏതാണ് പൊസിഷൻ എന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നോക്കിക്കോണം. ഇപ്പോൾ കാർ ഷെഡിൽ കാറ് കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ തൂണ്. ഈ തൂണിൽ ചേർന്ന് വണ്ടിയെ നമ്മൾ ഇതിനകത്തോട്ട് കയറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ കാറ് മാക്സിമം ഉണ്ട് തൂണിനോട് ചേർത്ത് എടുത്തേക്കുകയാണ്. അപ്പോൾ ബാക്ക് ലെഫ്റ്റിലോട്ട് മാറുമ്പോൾ റൈറ്റ് കാർ ഷെഡിൻ്റെ റൈറ്റ് സൈഡിൽ തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ ലെഫ്റ്റ് സൈഡ് നോക്കി ക്ലിയറായി. കാരണം ഈ മരത്തിനോട് ചേർന്ന് നമുക്ക് കയറി വേണം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കി ക്ലിയറാക്കി റൈറ്റ് സൈഡ് തട്ടില്ലെന്ന് ഉറപ്പാക്കി. ഇനി അടുത്തത് ഞാൻ ഈ സൈഡ് ചേർന്ന് മുകളിലോട്ട് കയറ്റുന്ന വീഡിയോ ആണ് അടുത്തത്. ഓക്കെ, അപ്പോൾ ആ തൂണിനെ ചേർന്ന് തൂണിനെ തട്ടാതെ ഞാൻ സ്റ്റിയറിങ്ങിന് ഫുള്ള് ലെഫ്റ്റ് തിരിച്ച് ഉണ്ട് വണ്ടി തൂണിൽ തട്ടാതെ മാക്സിമം ചേർത്ത് കയറ്റിയിരിക്കുകയാണ്. കണ്ടോ, കയറ്റി. എന്നിട്ട് ഞാൻ റൈറ്റ് സൈഡ് നോക്കുകയാണ് തട്ടാൻ സാധ്യതയുണ്ടോ. അപ്പം റൈറ്റ് തട്ടൂല. അപ്പോൾ ഇനി ഞാൻ നോക്കുന്നത് വലതുവശത്തെ മിററിലൂടെ വണ്ടി കയറിപ്പോകുന്ന പോയിൻ്റാണ് നോക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ മാക്സിമം കണ്ടോ ഈ ലെഫ്റ്റ് സൈഡ് മാക്സിമം ചേർന്ന് വന്നാലേ നമുക്ക് റൈറ്റ് സൈഡിൽ കയറുള്ളൂ. കണ്ടോ, അപ്പോൾ വലതുവശം നോക്കി പോവുകയാണ്. കണ്ടോ, പോയി കണ്ടോ, വലതുവശം മാക്സിമം ചേർന്ന് വണ്ടി അകത്തോട്ട് കയറി കഴിഞ്ഞു. കണ്ടോ, കറക്റ്റായി കണ്ടോ. അപ്പോൾ ഒരു ഇടുങ്ങിയ ഒരു റോഡിൽ നമ്മളെ വണ്ടി കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇടുങ്ങിയ റോഡിലെ വണ്ടി കയറുമ്പോൾ നമ്മൾ കണ്ടോ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർത്ത് എടുത്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും സ്പേസ് കിട്ടിയത്. കണ്ടോ, അവിടെ കണ്ടോ, അവിടെ മരത്തിനോട് ചേർന്ന് വണ്ടി നിൽക്കുകയാണ്. ഇനി അടുത്തതിൻ്റെ പോയിൻ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, പരമാവധി ചേർന്ന് ഇടതുവശം ചേർത്ത് നമ്മൾ വണ്ടിയെ ആ കയറ്റത്തോട്ട് കയറ്റി. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കയറ്റമാണ്. അപ്പോൾ ക്ലച്ചിനെ നമ്മൾ ഹാഫ് ക്ലച്ചിൽ നിർത്തി നന്നായി ആക്സിലേറ്റർ കൊടുത്ത് മാത്രമേ ക്ലച്ച് പിടിച്ച് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ചില കുട്ടികൾ പറഞ്ഞാൽ ആക്സിലേറ്റർ കൊടുത്തിട്ട് ക്ലച്ച് പകുതി എത്തുമ്പോൾ അവർ ആക്സിലേറ്റർ കുറച്ച് കളയും. ആ കുട്ടികളുടെ എൻജിൻ ഓഫ്.
ചില കുട്ടികൾ ആക്സിലേറ്റർ കൊടുക്കാതെ ക്ലച്ച് മാത്രം എടുക്കും, ആ വണ്ടിയുടെയും എൻജിൻ ഓഫ് ആവും. ചില കുട്ടികൾ ആക്സിലേറ്റർ കൊടുക്കും, ഹാഫ് ക്ലച്ച് നിർത്താതെ എടുക്കും, വണ്ടി ഓവറായിട്ട് കയറും. അപ്പോൾ ഇവിടെ ആക്സിലേറ്റർ ഇരപ്പിച്ച് വെച്ചുകൊണ്ട് ക്ലച്ച് പകുതിയിൽ നിർത്തി കയറ്റുന്ന കുട്ടികൾക്ക് മാത്രമേ ഇത്തരം ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയകളിൽ ഒരു വാഹനത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ക്ലാസ്സുകളെല്ലാം MGN മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ കുട്ടികൾക്ക് പകർന്നു നൽകുന്നുണ്ട്. ആ ക്ലാസ്സുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന കുട്ടികൾക്കെല്ലാം നന്നായി വാഹനം ഓടിക്കാൻ കഴിയും. പക്ഷേ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ ശ്രദ്ധിക്കാതെ അലക്ഷ്യമായി ക്ലച്ചിൽ നിന്ന് കാലെടുക്കുകയും ക്ലച്ച് റിലീസാകുമ്പോൾ ആക്സിലേറ്റർ കുറയ്ക്കുകയും തെറ്റായി ആക്സിലേറ്റർ ഒറ്റ ചവിട്ടുകയും ചെയ്യുന്ന കുട്ടികൾക്കൊന്നും ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യാതെ ഇത് പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സൈഡ് മിററിലൂടെ നോക്കി നമ്മൾ ഈ ഒരു തൂണിനെ ചേർന്നാണ് കൊണ്ടുവന്നത്. ഈ ഒരു തൂണിനെ പരമാവധി ചേർന്ന് നമ്മൾ ഇവിടെ കാണുന്ന മരത്തിനോട് ചേർന്ന് ഇടതുവശം ചേർത്ത് നമ്മൾ എടുത്തിട്ട് ഇവിടെ തട്ടൂല എന്ന് ഉറപ്പായിട്ട് പിന്നെ നമ്മൾ വലതുവശത്തെ മിററിലൂടെ നോക്കിയപ്പോഴാണ് കണ്ടത് ചെന്ന് കയറുന്ന റൂട്ടിൽ വണ്ടി കറക്റ്റായത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 2 റൗണ്ട് ബോഡി ലെവൽ ചെയ്ത് വണ്ടിയെ തിരിച്ചു വരണം. അപ്പോൾ ഇതാണ് നമ്മൾ സൈഡ് മിററിലൂടെ ഒരു വണ്ടിയെ കൺട്രോൾ ചെയ്യുന്ന പ്രാക്ടീസ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത് സൈഡ് മിററിലൂടെ നോക്കി കമ്പിയും വാഹനത്തിൻ്റെ ബോഡിയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക, എന്നാൽ മാത്രമേ ഒരു വണ്ടിയുടെ കൺട്രോൾ നമുക്ക് പിടികിട്ടുള്ളൂ എന്നാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. പക്ഷേ പല കുട്ടികളും ആ കമ്പിയിലോട്ട് നോക്കുകയോ വാഹനത്തിൻ്റെ ബോഡിയും കമ്പിയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയോ ഒന്നും ചെയ്യാറില്ല. പകരം അവർ കുനിഞ്ഞ് നോക്കിയാണ് സ്റ്റിയറിംഗ് തിരിക്കുന്നത്. കുനിഞ്ഞ് നോക്കി സ്റ്റിയറിംഗ് തിരിക്കുന്ന കുട്ടികൾക്ക് വാഹനം എങ്ങോട്ട് പോകുന്നു എന്നറിയാൻ കഴിയില്ല. പക്ഷേ ആദ്യകാല ക്ലാസ്സുകളിൽ നമ്മളിത് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവില്ല. പക്ഷേ എന്നെങ്കിലും അത് മനസ്സിലായാൽ പിന്നെ ഒരിക്കലും അവർക്ക് കമ്പിയെ നോക്കാതെ വണ്ടിയെ റിവേഴ്സ് എടുക്കാൻ കഴിയില്ല. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങ് നോക്കിപ്പോകും. ഇപ്പോൾ ഗൾഫിലൊക്കെ പോയി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് വരുന്ന ആൾ, അല്ലെങ്കിൽ ഗൾഫിലൊക്കെ പോയി വണ്ടി ഓടിച്ചിട്ട് വരുന്ന ആളുകൾക്ക് ഇവിടെ സൈഡ് മിറർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെയുള്ള പലരും സൈഡ് മിറർ മടക്കി വെച്ച് ഓടിക്കുന്നതിനെ കണ്ടു. കാരണം അവർക്ക് സൈഡ് മിറർ ആവശ്യമേ ഇല്ല. അങ്ങനെ അപ്പോൾ സൈഡ് മിറർ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏത് ഇടുങ്ങിയ റോഡുകളിലൂടെയും സൈഡ് മിററിലൂടെ നോക്കി ഓടിച്ചു പോകാൻ പറ്റും. അത് പുറകിലോട്ട് എടുക്കുമ്പോഴല്ല, മുൻപിലും ഒരു വാഹനത്തിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും മുൻപിലോട്ട് നോക്കി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മളെ സൈഡ് മിററിൻ്റെ പ്രാധാന്യവും ആ സൈഡ് മിറർ ഉപയോഗിച്ച് ഒരു വാഹനത്തിനെ കാർ ഷെഡിൽ നിന്ന് ഇറക്കുന്നതും കയറ്റുന്നതും അതിൻ്റെ ആദ്യകാല ക്ലാസ്സുകൾ എച്ചിലൂടെ പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെയാണ് ഇപ്പം ഇതുവഴി ഈ വീഡിയോ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.